ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ടിൻ ഫിഷ് കൊണ്ട് ഒരു ഫിഷ് മസാലയാണ് ഉണ്ടാക്കുന്നത്. ടൂണ നല്ല ടേസ്റ്റാണിത്. അതിനായിട്ട് ഞാൻ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്, 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട്, ഒരു പിടി മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്, ഒരു പകുതി ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചിയും, ഒരു 5 ചുള വെളുത്തുള്ളിയും, 2 പച്ചമുളകും ചതച്ച് വെച്ചിട്ടുണ്ട്, ഒരു 3 ടിൻ ഫിഷ് എടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി കുക്കായ ഫിഷാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. കുറച്ച് ഒരു 2 ടീസ്പൂണോളം ഓയിൽ എടുത്തിട്ടുണ്ട്. ഈ ഓയിൽ നമുക്കൊരു കടായിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അരിഞ്ഞ് വെച്ച ഉള്ളി നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഉള്ളി വടാൻ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടികളുടെ ഒക്കെ പച്ചമണം പോകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ച തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി കട്ട് ചെയ്ത് വെച്ച ടിൻ ഫിഷ് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. ടൂണയാണ്, ഇത് ഓൾറെഡി കുക്കായ ഫിഷാണ്. അതുകൊണ്ട് ഇത് നമുക്ക് കൂടുതൽ വേവാനൊന്നുമില്ല. എന്നാൽ ഈ മസാലയിലൊന്ന് നന്നായിട്ട് മസാല ഒക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു മൂടിയിട്ട് കുക്ക് ചെയ്യാൻ വെക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഒരു പകുതി ചെറുനാരങ്ങ നമുക്കിതിൽ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ചെറുനാരങ്ങ നീര് ഇതൊന്ന് അടച്ച് മൂടിയിട്ട് 2-3 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. നമ്മളെ ഫിഷ് മസാല ടേസ്റ്റാണിത്. എല്ലാത്തിൽക്കും പറ്റും. ഇനി ലാസ്റ്റ് നമുക്ക് ഒരു പിടി മല്ലിച്ചപ്പ് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് എടുക്കാം. ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഷ് മസാലയാണ്. ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.